തക്കാളി കറി റെഡിയാക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള ചുവന്ന് വരും. സവാള ചുവന്നതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ ആകുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് മൂടി വെച്ച് തിളപ്പിക്കാം. തിള വന്നതിന് ശേഷം ഇറക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കറി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് തിളപ്പിക്കാം. തക്കാളിക്കറിയുടെ പുളിപ്പ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തത്. മൂടി വെച്ച് വേവിച്ച് ഇറക്കാം. തക്കാളിക്കറി റെഡി. ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഈസി തക്കാളിക്കറി റെഡി.